Start camera. Rolling, sir. Action! ഇന്ന് രണ്ടും കൽപ്പിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. ഇബ്രാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഒരു ചെയിൻ ഓഫ് പ്രോസസ്സുകളാണ് നടന്നത്. അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു എന്താ പറയുക, സെൻസർഷിപ്പ് എന്ന് പറയാൻ ഒരു റെസ്ട്രിക്ഷൻ സ്വയം വെക്കാനുള്ള സാധ്യത ഈ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കിയിട്ട് നിന്നോ? ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. എമ്പുരാൻ കാണുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ചർച്ചകൾ കാണുന്നു. ചർച്ചകൾ കാണുമ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ രണ്ട് മതങ്ങളുടെ ഭാഗത്തിരുന്നിട്ട് ഞങ്ങളുടെ 67 പേരെ കൊന്നു, അയ്യോ അതൊന്നും പറയാണ്ടിരിക്കുന്നില്ല, നിങ്ങളുടെ 71 പേരെ കൊന്നു എന്ന് പറയുമ്പോൾ അതിന് ഒന്നുകൂടെ ആവേശം കൊള്ളിക്കത്തക്ക രീതിയിൽ അബദ്ധത്തിലല്ല, മനഃപൂർവ്വം അവതാരകനോ അവതാരകയോ മിന്നിത്തിളങ്ങുന്ന കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെതിരെ ഞാൻ പ്രതികരിച്ചിട്ടില്ല. അപ്പം വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റായി പോകുന്നത്. രണ്ട് പാർട്ടിക്കാരുടെ കക്ഷി രാഷ്ട്രീയത്തിൽ രണ്ട് പാർട്ടിക്കാർ തമ്മിൽ ഞങ്ങളുടെ ഇത്ര ആളെ തല വെട്ടിക്കൊന്നു ഒരു കയ്യബദ്ധം നടത്തി അതിന് അവതാരകനോ അവതാരകയോ പ്രോത്സാഹിപ്പിച്ച് അടുത്ത കലാപത്തിനേക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അടുത്ത കലാപത്തിനേക്ക് വേണ്ടി വഴിമരുന്ന് ഇടുന്ന ആൾക്കാർക്കെതിരെ ഞാൻ ഇതുവരെ ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല. അതിന്റെ അടുത്ത കലാപത്തിലേക്ക് വേണ്ടി വഴിമരുന്ന് ഇടരുത്, തിരി കൊളുത്തരുത്, അതാരും കൊളുത്തരുത്. മാധ്യമങ്ങളും കൊളുത്തരുത്, ആരും കൊളുത്താൻ പാടില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ന്യൂസുകളാണ്. 1000 കൊല്ലം മുമ്പ് നടന്ന മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് ഇന്നും ഡിസ്കഷൻ വയ്ക്കുകയാണ്. എന്തിനാ? അടുത്ത കലാപം വരാൻ വേണ്ടി. അത് താൻ എനിക്കിട്ടത് താങ്ങിയതാണല്ലോ. നിങ്ങൾ ഈ പ്രായത്തിൽ ഇത് എന്ത് കൽപ്പിച്ച? എങ്കിൽ കുറേ പേര് മരിക്കുമല്ലോ. അങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മൾ. ഈ പരിപ്പ് എൻ്റെ അടുത്ത് വേഗത്തില്ല. നമ്മളെല്ലാവരും കുറ്റവാളികളാണ്. ഈ അധ്യായം ഇവിടെ അവസാനിക്കട്ടെ.